ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി വിശകലനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രൈസ്തവ സഭ കഴിഞ്ഞ 2000 വർഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഈ പാതാള ഗോപുരങ്ങളുടെ വെല്ലുവിളികളെ ജയിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോയി കർത്താവിന്റെ വരവ് സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞതുപോലെ, ക്രൈസ്തവ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഭവമാണ് കഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഇപ്പൊ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, മറ്റു പലരും പറയുന്നത് പോലെയല്ല. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഈ പാട്ടിന്റെ വരികള് മിക്കവാറും ഞാൻ എൻ്റെ യാത്രകളിൽ ആവർത്തിച്ച് പാടുന്ന ഒരു വരികളാണ്. നമ്മളൊരു ആവേശത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ നിന്നുകൊണ്ട് പാടേണ്ട പാട്ടുകളല്ല ഇതൊന്നും. അല്ലെങ്കിൽ മനസ്സറിയാതെ പാടേണ്ട പാട്ടുകളല്ല. ഈ പാട്ടുകളുടെ ഓരോ വരികളിലും ആ എഴുതിയ വ്യക്തി അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും വിശുദ്ധ തിരുവചനത്തിന്റെ ദൈവശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ് ഈ പാട്ടിന്റെ വരികളൊക്കെ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ അതിനകത്തുണ്ടാകാം. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യത്തെ അവിടെ എടുത്തു പറയുന്നുണ്ടെങ്കിലും, പക്ഷേ അടുത്ത സ്റ്റെപ്പുകൾ പാടുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ അവിടെ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെങ്കിൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ മാറ്റി നിർത്താനാകാത്ത ഒരു ഘടകമാണ് ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളും. അവന്റെ ദാസൻ ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം എടുത്തു പറയാൻ ഒരു ആവേശം എനിക്ക് തോന്നിയതിന്റെ പുറകിൽ പൗലോസ് അപ്പോസ്തലനുണ്ടായ ജീവിത പ്രയാസങ്ങൾ, അഥവാ സുവിശേഷീകരണ പ്രയാണത്തിൽ തനിക്കുണ്ടായ ജീവിതത്തിലെ പ്രയാസങ്ങൾ, അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങേയറ്റത്ത് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സഭ ഈ കഷ്ടതയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കർത്താവിന്റെ വരവോളം നമ്മൾ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് യുഗാന്ത്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം. പ്രിയ ബ്രദർ സങ്കീർത്തനത്തിൽ നിന്ന് അല്പമെങ്കിലും പറയാൻ ഒരു ശ്രമം നടത്തിയതിനെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടുതൽ വേദികളിൽ ദൈവം പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ, പ്രിയപ്പെട്ട മകനെ നിർത്താൻ ദൈവം കൂടുതൽ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമായിട്ട് തീരട്ടെ. മക്കളിലുള്ള പ്രത്യാശ അത് ഏറ്റവും കൂടുതൽ ധന്യമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ നടക്കുന്ന അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന VOC ചാനലിന്റെ പ്രവർത്തനങ്ങൾ, അതിലൂടെ അനേകരെ ദൈവത്തെ അറിയുവാനുള്ള വഴികളും മുഖാന്തരങ്ങളും എല്ലാം ദൈവം വളരെ കാര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ചെറിയ ചിന്തയുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പാസേജിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ യുഗാന്ത്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ചാപ്റ്റർ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് തിരഞ്ഞെടുത്തത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പല ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരു അല്പം ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് വൈഡായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, യുഗാന്ത്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ആനുകാലികമായ സംഭവങ്ങളെ ചെറിയ തോതിലൊന്ന് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഓക്കെ, നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല മിക്കവാറും, പക്ഷെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരല്പം അതിനെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുവാനും, അത് എന്താണ് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചെറിയ തോതിലെങ്കിലും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, അതിന്റെ 24-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള ഭാഗങ്ങള് നമുക്കൊന്ന് വായിക്കണം. ആ ഭാഗത്ത് ഞാൻ വായിക്കാം. ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പാസേജാണത്. ഓക്കെ, അന്ന് ആരാനും ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ അവിടെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിൽ തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്റെ മുൻപിൽ കൂടിയിരിക്കുന്ന ശ്രോതാക്കളോട് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ച അതിപ്രധാനമായ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കൊടുത്ത മറുപടികളുടെ ഭാഗമാണ് 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ഇതായിരുന്നു ചോദ്യം. അപ്പോൾ അവർക്ക് വളരെ സംശയമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കാര്യമായ അറിവുകളില്ലായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു ആ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുന്നതിനെ കൊണ്ട് സാധിക്കും. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചത്. ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ പല കഷ്ടം അന്നുണ്ടാകും. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകാരംഭം മുതൽ ഈ കാലഘട്ടം വരെ നടന്നിട്ടുള്ള സകല ഉപദ്രവങ്ങളെ കുറിച്ചും കഷ്ടതകളെ കുറിച്ചും വിശകലനം ചെയ്യേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് തുനിയുന്നില്ല. നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ, യഹൂദന്മാർ ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ, വിശ്വാസം തള്ളിപ്പറയത്തക്ക നിലവാരത്തിൽ അവരെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. പക്ഷേ ഇപ്പോൾ ഞാൻ ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി വെച്ചവരാ. പക്ഷെ എന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ക്രിസ്തു പറയുന്നത് എന്താണെന്നറിയാമോ? ഇതൊന്നുമല്ല. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിനകത്ത് ഇട്ട് കൊന്നതോ, അല്ലെങ്കിൽ ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ അല്ല ഇപ്പോഴിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതല്ല ഇനിയിപ്പോ നടക്കാൻ പോകുന്നത്. അന്ന് അവർ ആ ഭീകരതയെ കണ്ടെങ്കിൽ, അതിനെ അനുഭവിച്ചവരാണെങ്കിൽ അവർക്കൊത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ള തീച്ചൂളകളിലൊക്കെ കടന്നു പോയവരാണ്. പലരും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. പക്ഷേ ഇനിയും വരുവാനിരിക്കുന്ന കഷ്ടത ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭീകരതയെ കുറിച്ചാണ് ക്രിസ്തുവോട് പറയുന്നത്. ഇനിയും സംഭവിക്കാനിരിക്കുന്ന ആ വലിയ കഷ്ടത, ആ കഷ്ടത എനിക്കും നിങ്ങൾക്കും അനുഭവവേദ്യമാകേണ്ടതാണെങ്കിൽ അതിന്റെ ഭീകരതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത് എന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. കൃപയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു സംഭവമല്ല. ഭയപ്പെടണം. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കുന്നവർക്ക് അതൊരു വലിയ അനുഭവമായിരിക്കും. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാതിരിക്കുന്നവർക്ക് അതൊരു വലിയ ഭയാനകമായ അനുഭവമായിരിക്കും. അതവർക്ക് സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ഈ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ക്രിസ്തു മുൻകൂട്ടി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിളിൽ ലിഖിതം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും അതിന്റെ സാക്ഷികളാണ്. ഇന്നത്തെ വർത്തമാന പത്രങ്ങളും മറ്റു സോഷ്യൽ മീഡിയകളും എല്ലാം നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് അതിന്റെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കിയുള്ള ഒരു രൂപാന്തരമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് മനസ്സ് പുതുക്കിയുള്ള ഒരു രൂപാന്തരമാണ്. വ്യക്തിപരമായി നമ്മൾ ഈ ക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുക്കുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടിരിക്കുന്നത് ഒരു മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഇതുവരെയുള്ള സമയത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്ന് വിശുദ്ധ ബൈബിളിൽ അഥവാ തിരുവെഴുത്തുകളിൽ ലിഖിതം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ല അതിന് അനുകൂലമായ നിലവാരത്തിൽ എനിക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം. ഇത് വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് ക്രിസ്തീയ ജീവിതം ഭംഗിയായി തീർക്കുവാൻ നമുക്ക് സാധ്യമല്ല. ബൈബിളിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഓട്ടം തികയ്ക്കുവാൻ സാധ്യമല്ല. അപ്പൊ ഓട്ടം നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് അനുയോജ്യമായ നിലവാരത്തിൽ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അടങ്ങിയ ഈ തിരുവെഴുത്തുകളെ ഞാനും നിങ്ങളും അനുസരിക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഘടകമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇനിയും വരുവാനിരിക്കുന്ന കഷ്ടം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ ലോക ജനത അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ എത്രമാത്രം വ്യാപ്തിയുള്ളതായിരുന്നു, എത്രമാത്രം വലുതായിരുന്നു, അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയതാണ് ഇനിയും വരുവാനിരിക്കുന്ന കഷ്ടത എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ വിവരിക്കുകയാണ്. പറഞ്ഞത് ക്രിസ്തു ആയതുകൊണ്ട്, ലോകത്തിന്റെ അധിപനായതുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവായതുകൊണ്ട് ഒക്കെ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അനുദിനവും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ രോഗാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. അതിലേക്കാണ് നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഭാഗം ഒന്ന് ആരെങ്കിലും വായിക്കണേ. എന്നെ വളരെ കുഴപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണത്. ഇപ്പോഴും അതിന്റെ കൃത്യത എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു ഭാഗം എന്നെ വളരെ ചിന്തിക്കാൻ വളരെ കുഴപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ ഭാഗത്തുനിന്ന് സംസാരിക്കാറില്ല. അപ്പം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും പല രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിനെ ചിന്തിച്ചത് ഈ കഷ്ടതയുടെ നാളുകൾ ചുരുങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട ആ ദൈർഘ്യത്തെക്കുറിച്ച്, കാലദൈർഘ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഒന്നുകൂടെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഷ്ടതയുടെ നാളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്നെനിക്ക് അതിനകത്ത്, ആ ധ്വനിയാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പഠനം എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് നടത്താൻ സാധിച്ചിട്ടില്ല. ഏത് വിധത്തിലാണെങ്കിലും കർത്താവ് പറഞ്ഞ ഈ കാര്യം അത് വളരെ പ്രസക്തമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് പഠന വിഷയമാക്കേണ്ട ഒരു ഭാഗമാണ് 22-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എന്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടതയുടെ നാളുകൾ ചുരുങ്ങും എന്നുള്ളതാണോ, അതോ കർത്താവിന്റെ വരവ്, ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നാളുകൾ ചുരുങ്ങുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് എനിക്ക് ആശങ്കയുള്ളത്. പക്ഷേ ഏതിനാണെങ്കിലും പാട്ടുകാരൻ പാടിയതുപോലെ ഇവിടെ നമ്മൾ മരിക്കേണ്ടി വന്നാലും, അഥവാ നമ്മുടെ ഈ ദേഹം മണ്ണിന് വിട്ടുകൊടുക്കേണ്ടി വന്നാലും, അല്ല ക്രിസ്തുവിന്റെ വരവിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കേണ്ടതാ. നേരത്തെ കർത്താവിന്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. അതിനൊഴിച്ചു നിർത്തിയാൽ ക്രിസ്തീയ ജീവിതം ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നതും കഷ്ടതകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ധന്യമായി തീരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു കഷ്ടതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് സംഭവിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഠന
പണ്ഡിതന്മാരൊക്കെ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം അഥവാ മേഘപ്രത്യക്ഷതയിൽ നടക്കുന്ന സമയത്ത് അതിനുശേഷം സംഭവിക്കേണ്ട ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാതിരുന്നാൽ ഈ വലിയ കഷ്ടതയിലേക്ക് കടന്നു പോകാൻ സാധ്യതകളുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതൊരു വലിയ ഇൻഫോർമേഷൻ ആണ്. ബൈബിൾ തരുന്ന ഏറ്റവും വലിയൊരു ഇൻഫോർമേഷൻ ആണിത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുന്നതിൽ നമ്മൾ അർത്ഥമില്ല. അപ്പോ പൗലോസൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇതുവരെ ചെയ്തത് വ്യർത്ഥമായി പോകരുത്. ഇതുവരെ നമ്മൾ ചെയ്ത ക്രിസ്തീയ ജീവിതം അത് വ്യർത്ഥമായി പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. നമ്മുടെ നാടൻ പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ, വൈകുന്നേരം വരെ വെള്ളം കോരി കുടത്തിലേക്ക് ഒഴിച്ചിട്ട് ആ കുടം തല്ലിപ്പൊട്ടിക്കുന്ന അവസ്ഥയാണ് വരുന്നത് എങ്കിൽ അർത്ഥശൂന്യമായ ഒരു ജീവിതം നമ്മൾ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിന് വളരെ ഗൗരവം കൊടുക്കണം. വളരെ ഗൗരവം നമ്മൾ കൊടുത്തേ മുന്നോട്ട് പോകാവൂ. അപ്പൊ ലോകാരംഭം ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എന്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ദൗത്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും ഞാൻ എടുത്തു പറയാറുള്ള ഒരു കാര്യം, അതൊരിക്കൽ കൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ മുഖം മൃദുവും ലഘുവുമാണ്. അല്ലേ? ഒന്ന് ആ റെഫറൻസ് ഒന്ന് അറിയാവുന്നവരെന്ന് പറഞ്ഞേ, കൃത്യമായിട്ട് അറിയാവുന്നവരെന്ന് പറഞ്ഞേ. ഞാൻ പെട്ടെന്ന് ആ റെഫറൻസ് എന്റെ എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നോക്കുക, ഇത് കർത്താവ് പറയാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. ഞാൻ റൂട്ട് മാറി പോകുകയല്ല, പക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് പരീശന്മാരോടും അതുപോലെയുള്ള ആളുകളോടൊക്കെ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് നിയമങ്ങൾ മതസംഹിതകൾ നിർമ്മിച്ച് ജനങ്ങളെ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് മനസ്സിലായി. ക്രിസ്തുവിന് മനസ്സിലാക്കാതിരിക്കാൻ തരവില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. നമ്മുടെ മനോഗതങ്ങളെ ആര് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വരുത്തുവാൻ വേണ്ടി തന്നെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ ക്രിസ്തു പരീശന്മാരോടും അതുപോലെയുള്ളവരോടൊക്കെ മേലധ്യക്ഷന്മാരോടൊക്കെ കർത്താവ് വന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾ ഒരുപാട് തത്വസംഹിതകൾ അല്ലെങ്കിൽ മതത്തിനു വേണ്ടി അതിന്റെ കീഴിലേക്ക് പോകുവാൻ വേണ്ടി ഒരുപാട് സംഹിതകൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, മാനുഷിക നിർമ്മിത കൽപ്പനകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ മാനുഷിക നിർമ്മിത കൽപ്പനകൾ ഒന്നുപോലും അനുസരിക്കുവാൻ ഈ മത നേതാക്കൾ ആരും തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് ക്രിസ്തു അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ മത നേതാക്കന്മാരാരും ഈ എന്താ പറയാ ഈ സംഹിതകളെ അവരായിട്ട് തന്നെ സൂക്ഷിക്കുവാൻ കെൽപ്പില്ലാത്തവരായിരുന്നു. എന്നിട്ട് ക്രിസ്തു പറയാണ്, ഒരു ചെറു വിരൽ കൊണ്ട് പോലും നിങ്ങൾ അതിനെ എടുക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഇല്ലാതിരിക്കെ ഈ പാവങ്ങളാകുന്ന വിശ്വാസികളുടെ മേൽ നിങ്ങൾ എന്തിനത് അടിച്ചമർത്തി ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്രിസ്തു അവിടെ ചോദ്യം ചെയ്യുന്ന ചില ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. അപ്പൊ ക്രിസ്തു പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ ഈ ചിന്തിച്ചതുപോലെയല്ല, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിയമസംഹിതകൾ എന്ന് പറയുന്നത് വളരെ മൃദുവാണ്. വളരെ മൃദുവായ തത്വസംഹിതകളും വളരെ മൃദുവായ നിയമസംഹിതകളുമാണ് ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതാ ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന പൂർത്തിയായി. ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതവുമാണ്. അതാ കർത്താവ് പറഞ്ഞേ, എന്റെ മുഖം മൃദുവും അത് എന്റെ ചുമട് ലഘുവുമാണെന്നൊക്കെ പറയാനുള്ള കാരണം. സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലുതായി കാണുന്നു എന്നുള്ളതാണ്. അതിന് ഭാരം വലുതാണെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്താ പറയാ, വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തരുന്ന കൽപ്പനകൾ അതിൽ ഏതാണ് നമുക്ക് അനുഷ്ഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കൽപ്പന അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞതാണോ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ ആ കാര്യത്തെ നമുക്ക് എത്രമാത്രം അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതൊരു ഭാരമായിട്ടുള്ള കൽപ്പനയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ
കുല ചെയ്യുന്നതാണോ ഭാരമുള്ള ജോലി, കുല ചെയ്യാതിരിക്കുന്നതാണോ എളുപ്പം? അപ്പൊ കർത്താവ് പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ വളരെ ലഘുവാണ്. അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പകരം നമ്മൾ പലപ്പോഴും അതിനെ ഭയങ്കര സംഭവങ്ങളായിട്ട് കണ്ട് അയ്യോ അതൊന്നും എളുപ്പമല്ല എന്നുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് നാം തന്നെ അതിനെ നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തടസ്സം വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിനകത്തൊക്കെ ഞാൻ പലപ്പോഴും വീക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ പഠിക്കുക. ഞാനിന്ന് തയ്യാറാക്കിയ വിഷയം ഇതല്ല, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ആ ഭാഗത്തൂടെ പോകുമ്പോൾ ഈ ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോ ക്രിസ്തീയ ജീവിതം ധന്യമാകണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ യുഗാന്ത്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചുകൂടെ ആനുകാലികമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇന്ന് ഏറ്റവും ട്രെൻഡഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ട്രംപ് അധികാരത്തിലേക്ക് വീണ്ടും വന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വേൾഡ് പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അല്പാൽപമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി ഡീപ്പായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല, കാരണം പരിമിതികൾ എനിക്കുമുണ്ട്. പക്ഷേ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു പൊതുവായ ധാരണ കൊടുക്കുക എന്നുള്ളതായതുകൊണ്ട് എനിക്ക് അതിനകത്ത് മടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നോക്കുക, ഒരു ലോക മേധാവിത്വ നിരയിലേക്ക് ട്രംപ് വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ പിന്നെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ചും ബ്രിക്സ് ഉച്ചകോടിയെ കുറിച്ചും ഒക്കെ നമ്മളിവിടെ ചെറിയ തോതിലൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇനിയും എന്താണ് ലോകത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് ലോക നേതാക്കന്മാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഇനി സാമ്പത്തികപരമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ലോക നേതാക്കന്മാർ വ്യത്യസ്തമായ നിലകളിലും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടമാണത്. അപ്പൊ ഇതിനകത്ത് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മളിവിടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുഗാന്ത്യ ശാസ്ത്രത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂതകാലത്തെക്കാൾ അധികം ആനുകാലിക സംഭവങ്ങളെ കുറിച്ച്, വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങളെ കുറിച്ചും ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കേണ്ടതുണ്ട്. അത് വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മറ്റൊരു പരാജയം എന്നുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട്, ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട എന്നുള്ളത്. പക്ഷെ വലിയ കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ അജണ്ടയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വീണ്ടും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വിലയിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. ഒരു വേൾഡ് പൊളിറ്റിക്സ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ എന്താണ് നമ്മുടെ വേൾഡ് സാമ്പത്തിക ശാസ്ത്രത്തിൽ, ലോക സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്, അതിനെക്കുറിച്ച് കേട്ട മറ്റു ചില കാര്യങ്ങളുമായി ചെറിയൊരു വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അമേരിക്ക, ഇന്ത്യ, റഷ്യ, ചൈന, ഇസ്രായേല്, ഇങ്ങനെ ലോകത്തിലെ 5 വലിയ രാജ്യങ്ങൾ ഒത്തുപിടിച്ചു നിന്നുകൊണ്ട് മറ്റൊരു സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രമാത്രം വിജയകരമായ അവസ്ഥയിലേക്ക് പോകും എന്നെനിക്ക് അറിയില്ല. പക്ഷേ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു മുഖ്യ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമാണ്. ഇലോൺ മസ്കിനെ കുറിച്ച് അറിയാത്തവരൊന്നും ഈ ലോകത്തിലുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കണമെന്ന് ഏറ്റവും കുറഞ്ഞൊരു ഉപകരണമാണ്, നമ്മളൊക്കെ സാധാരണ നിലവാരത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എന്താണ് മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം. മറ്റ് വലിയ സാങ്കേതിക വിദ്യകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ മൊബൈല് അതിന്റെ തനതായ നിലവാരത്തിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഇലോൺ മസ്കിന് പങ്കുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇലോൺ മസ്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഈ മൊബൈലിന്റെ പ്രവർത്തനം നിശ്ചലമാകാം. അപ്പൊ എത്രമാത്രം ഇദ്ദേഹത്തിന് ഇതിനകത്ത് സ്വാധീനമുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇവിടെ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പലപ്പോഴും ചിന്തിക്കും, ഇങ്ങനെയുള്ള വേദികളിലൊക്കെ
വേൾഡ് പൊളിറ്റിക്സ് ആണോ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഞാൻ പറഞ്ഞ വേൾഡ് പൊളിറ്റിക്സ് സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള വേദികളിലാണ്. വിശുദ്ധ ബൈബിളിലൂടെ അല്ലാതെ ലോകചരിത്രം പോകുന്നില്ല. അത് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദാനിയേലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവൻ അവിടെ പറയുന്നത് ലോക രാജാക്കന്മാരെ നിയമിക്കുന്നതും അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. ഒരു വിജാതീയനായ ഒരു രാജാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള ശരിയാ, ജനപ്രതിനിധികൾക്ക് വേണ്ടി ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള ശരിയാ. പലരും പല മാനസികമായ വികാരങ്ങളോട് കൂടെയാണ് പോളിംഗ് ബൂത്തിലേക്കൊക്കെ നടന്നു പോകുന്നത്, അതും ശരിയാ. പക്ഷേ ഏത് വികാരത്തിൽ നടന്നു പോയാലും ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തിയെയാണ് ഈ അധികാര കസേരകളിൽ കൊണ്ടുവന്നിരുത്തുന്നത്. അത് ആര് വിചാരിച്ചാൽ. അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അധികാര കസേരകൾ ആരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ വേറിട്ട കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് വ്യക്തിപരമായ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്, അല്ലെന്നുള്ളതല്ല. വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്തകളും ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ വോട്ട് ചെയ്തവരല്ലേ, വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്തവരല്ലേ, അല്ലേ? പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടാണ് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഒരു വ്യക്തി പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതുവരെ അദ്ദേഹം നിശ്ചയിച്ചു വെച്ചിരുന്ന ചിഹ്നമോ അതിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയോ ഒക്കെ അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് ഒരു പക്ഷെ മാറിപ്പോയേക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ താൻ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൽ അവിടെ പഞ്ച് ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടെ ഇതിന്റെ മറ്റൊരു സാധ്യത കൂടെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇതിന്റെ നിയന്ത്രണങ്ങളെല്ലാം കിടക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ സ്വർഗത്തിലെ ദൈവം എന്താണോ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അത് ഈ ഭൂമിയിൽ നടക്കും. അങ്ങനെ നിശ്ചയിച്ച വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ, ലോക നേതാക്കന്മാരിലുള്ള 5 വ്യക്തികളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി. ഒത്തിരി അതിന് മേധാവിത്വം വഹിച്ച ഒത്തിരി പ്രധാനമന്ത്രിമാരെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അതിനെ കാലാകാലങ്ങളിൽ ദൈവം നിശ്ചയിച്ച വ്യക്തികൾ ആ കസേരകളിൽ വന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം പറയും. അഥവാ ദൈവിക പ്ലാനുകൾക്ക് വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം നിശ്ചയിക്കുന്ന വ്യക്തികൾ മാത്രമേ അധികാര കസേരകളിൽ എത്തുന്നുള്ളൂ. ഞാനും നിങ്ങളും ഏതെല്ലാം നിലവാരത്തിൽ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാം സംഭവിക്കുന്നത് ദൈവനിശ്ചയ പ്രകാരം. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാളുടെ മനസ്സിനകത്ത് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ദൈവഹിതമാണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് അസാധുവാക്കണമെന്നുള്ള ചിന്ത അതേ ഒരു വ്യക്തിയുടെ, ഒരു വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ മനസ്സിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു ദൈവഹിതമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാരണം ആ സംഭവം, ആ വോട്ട് അസാധുവായില്ലെങ്കിൽ ഒരിക്കലും ആ അധികാര കസേരയിലേക്ക് ദൈവം നിശ്ചയിച്ച ആളെ അവിടെ കൊണ്ടുവരുത്താൻ സാധ്യമല്ല. ഇപ്പോൾ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ആര് നിൽക്കുന്നു? ട്രംപ് നിൽക്കുന്നു, അല്ലെ? എനിക്ക് തോന്നുന്നേ നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് പല രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും, അല്ലെ? വ്യക്തിപരമായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തെയൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. റഷ്യയെ പ്രതിനിധീകരിച്ച് ആര് നിൽക്കുന്നു? പുടിൻ നിൽക്കുന്നു, അല്ലെ? ചൈനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യത്തെ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി സാർ നിൽക്കുന്നു, അല്ലെ? നമ്മുടെ പ്രധാനമന്ത്രി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിന് അത് ഇഷ്ടമാണ്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ, അല്ലെ? എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഈ രാഷ്ട്രീയത്തോട്, ഇന്ത്യൻ പൊളിറ്റിക്സിനോട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആർക്കും താല്പര്യമില്ല. ഉണ്ടോ? അത്ര താല്പര്യത്തിലൊന്നല്ല നമ്മൾ നിൽക്കുന്നത്. വ്യക്തിപരമായിട്ട് നമ്മൾ ആരും ഇന്ത്യൻ പൊളിറ്റിക്സിനോട്, ഇപ്പോഴത്തെ നിലവിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിനോട് അത്ര താല്പര്യമൊന്നുമില്ല. കാരണം നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നുകൊണ്ടാണ്. പക്ഷെ ദൈവമാക്കി വെച്ച ഒരു ഇന്ത്യയുടെ പ്രതിനിധിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്ന് പോയിട്ട് BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ രീതിയിലൊന്നുമല്ല ഇവിടെ പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള സ്വാധീനങ്ങളൊന്നും ഒരിക്കലും ഇല്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ദൈവനിശ്ചയമാണ്. ഓരോ ഹൃദയങ്ങളിലും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാ നിൽക്കുന്നത്? ശ്രീ നരേന്ദ്രമോദിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് ലോകത്തിലെ വലിയ ശക്തികളായിട്ട് നിൽക്കുകയാണ്. ഇവർ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുക. വൻകിട ശക്തികള്
ഒത്തുപിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലകളിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഒത്തുചേരലുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഒരു റിങ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യ, റഷ്യ, ചൈന, ഇസ്രായേല്, ഒരു രാജ്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക. ഈ 5 രാജ്യങ്ങൾ ഒത്തുപിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് 6മതൊരു വ്യക്തി കടന്നുകൂടി എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലോൺ മസ്ക് അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ടെക്നോളജികൾ ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതിന് മേധാവിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ പങ്ക് ഈ സാമ്പത്തിക നിലവാരത്തിലും ലോക രാഷ്ട്രീയത്തിലും ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു സംഭവമുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും അതുപോലെ നമ്മുടെ ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ചെറിയ തോതിലൊന്നൊരു ചെറിയൊരു സംഘർഷം ഉണ്ടായി. ഒരു ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായി. പക്ഷേ ഇവിടെ ടെക്നോളജിക്കലായിട്ട് ശരിക്കും ജയിക്കേണ്ടത് എലോൺ മസ്ക് ആയിരുന്നു. പക്ഷെ എലോൺ മസ്ക് അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ സംഘർഷത്തില് ഇലോൺ മസ്ക് പരാജയപ്പെട്ടു, നെതന്യാഹു അവിടെ ആ കാര്യത്തിൽ വിജയിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്കിന് നെതന്യാഹുവിന്റെ അടുത്ത് വന്ന് അവിടെ അദ്ദേഹത്തിന്റെ കാല് തൊഴേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ദൗത്യത്തിൽ അദ്ദേഹം പുറകോട്ട് പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം മറ്റൊരു വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു വഴിക്ക് വന്നിട്ട് ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്നുള്ള നിലവാരത്തിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞു വരുമ്പം നമ്മളൊക്കെ ചിന്തിക്കും, ഒരുപക്ഷെ എലോൺ മസ്ക് ആയിരിക്കുമോ ഒരുപക്ഷെ അടുത്ത ലോകാധിപതി എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാറൊന്നും ആയിട്ടില്ല. അദ്ദേഹമാണോ ആ വരുന്ന ലോകത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുവാൻ, അഥവാ ഒരു ഏകലോക ഗവൺമെന്റിന്റെ അധിപതിയായിട്ട് നിൽക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി അദ്ദേഹമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യതകളൊന്നുമില്ല. പക്ഷേ ഈ 5 വൻ ശക്തികൾ ഇവിടെ നിൽക്കുമ്പോൾ ഇലോൺ മസ്കിന്റെ സാന്നിധ്യം കൂടെ അതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഇലോൺ മസ്കിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഈ 5 പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ ഈ ലോക നേതാക്കന്മാരെ അദ്ദേഹം മാക്സിമം അതിനുവേണ്ടി താൻ സജ്ജരാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്ലാൻ വരുമ്പോൾ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ വിശുദ്ധ തിരുവെഴുത്തുകൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നേരത്തെ നമ്മൾ തിരുവെഴുത്തിൽ നമ്മൾ 24-ാം അധ്യായത്തിന്റെ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, സോറി ആ ഭാഗം തന്നെയല്ലേ, യെസ് 22-ാമത്തെ വാക്യം, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, എന്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ വളരെ ദ്രുതഗതിയിൽ ലോക രാജാക്കന്മാർ അഥവാ ലോകരാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒത്തിരി കാര്യങ്ങൾ തീരുമാനങ്ങൾ വരുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആനുകാലികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഏകാധിപതി ലോകത്തിന്റെ തിരഞ്ഞെടുപ്പോട് കൂടെ ഒരു ഏകാധിപതി ഇവിടെ വരാൻ ഉള്ള സമയമായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ആനുകാലിക സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ലോകരാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ലോക രാഷ്ട്രീയം ഈ നിലവാരത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ ധാരണകളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ സംഭവങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ടല്ല. എനിക്കൊട്ടും മുൻകാലങ്ങളിലൊന്നും ഇത്യാദി കാര്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധ കൊടുത്തിരുന്ന ആളല്ല. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ഈ അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരുപാട് വ്യത്യാസം സംഭവിക്കുകയും ആ വ്യത്യാസങ്ങൾ ലോകരാജ്യങ്ങൾ
വ്യത്യസ്തമായ നിലവാരത്തിൽ അംഗീകരിക്കുകയും തള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുക. ലോകരാജ്യങ്ങൾ മറ്റ് എല്ലാ നേതാക്കന്മാരെ നോക്കുന്നത് പോലെ അല്ല ട്രംപിനെ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീ നരേന്ദ്രമോദിയെ ലോകത്തിലെ മറ്റ് രാജ്യത്തിന്റെ നേതാക്കന്മാർ കാണുന്നത് അദ്ദേഹം അതൊരു അതുല്യ പ്രതിഭയാണെന്നുള്ള നിലവാരത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ള നിലവാരത്തിൽ, അത് വ്യത്യസ്തമായ വീക്ഷണത്തിലൂടെയാണ് അവർ അതെല്ലാം ശ്രദ്ധിക്കുന്നത്. അതുപോലെ പുടിനെ കാണുന്നതും അതുപോലൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് ലോകത്തിൽ കാഴ്ചവെക്കുന്ന വ്യത്യസ്തമായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ എയിം ഉണ്ടാകും, അല്ലെ? ഇപ്പൊ നമ്മൾ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാകും, അല്ലെ? ഈ ധാരണ, അതിന് ആസൂത്രണം, അതിന് വ്യത്യസ്തമായ ആസൂത്രണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ആസൂത്രണം ചെയ്യുന്നത് വിജയകരമായ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ആസൂത്രിതമായ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ എത്തണമെങ്കിൽ ഇവരെല്ലാം തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ നിലപാടുകളുള്ള ലോക നേതാക്കന്മാർ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അന്യോന്യം ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരേ അഭിപ്രായത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവരുടെയൊക്കെ ചിന്തകള് എല്ലാം ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല കേട്ടോ, ഇല്ല. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന. ആണോ? അല്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അല്ലെ ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പോലും നമുക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്, അല്ലേ? എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നമ്മൾ ഏത് ഭക്ഷണം ഏത് സമയത്ത് എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ എന്നോട് ഒരു വ്യക്തി പറയാണ്, ഇന്ന് നോളി ഈ പാത്രത്തിൽ കഴിക്കണ്ട, മറ്റൊരു പാത്രത്തില് മറ്റൊരു ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിശ്ചയിച്ചു വെച്ചതിന് നേരത്തെ വിപരീതമായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ മനസ്സിനകത്തൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ അത് മതി. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ്. ഞാൻ നേരത്തെ നിശ്ചയിച്ചു വെച്ച ഒരു ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കാതെ വരുമ്പോൾ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്, അതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ എടുക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നമ്മുടെ അകത്തുണ്ടാകുന്ന താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിനകത്ത് വരുന്ന സംഘർഷങ്ങൾ അത് വളരെ വലിയതാണ്. ആ സംഘർഷം മനസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ലോകരാജ്യത്തിന്റെ നേതാക്കന്മാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരുടെ അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ യോഗ്യതകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോ ട്രംപിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബൈബിളുമായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ, അല്ലെ? ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം രംഗപ്രവേശനം. രണ്ടാമത് അദ്ദേഹം വേദി കൈയടക്കുമ്പം അദ്ദേഹം വരുന്നതൊക്കെ ആ ഒരു നിലവാരത്തിലാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പുടിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അദ്ദേഹം ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു വേൾഡ് പൊളിറ്റിക്സിന്റെ ഒരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ റഷ്യയെ നയിക്കുന്ന ഒരു പ്രതിനിധിയാണെന്നുള്ള കാര്യത്തിൽ ഒന്നുമില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാണ്. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹം എത്രമാത്രം അദ്ദേഹത്തിനുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ മറ്റൊരു പൊളിറ്റിക്സ് നമ്മൾ അതിനകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇസ്രയേലുമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇസ്രയേലിനോട് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പുടിൻ എന്ന് പറയുന്ന വ്യക്തി. ആണോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു കാര്യമാണ്, അല്ലേ? റഷ്യയുടെ നിലപാട് ഇസ്രായേലിന് എതിരാണ് നിൽക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ നിലപാട് എങ്ങനെ നിൽക്കുന്നത്? ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? 2016 ട്രംപ് അധികാര കസേരയിലേക്ക് വന്ന സമയത്ത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് ലോക രാഷ്ട്രീയ നിലവാരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. യെരുശലേം എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ക്യാപിറ്റൽ ആണ് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞൊരു കാര്യം. അത് വലിയ ലോകശ്രദ്ധ നേടിയ ഒരു വാക്കായിരുന്നു അത്. അപ്പം അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള നിയന്ത്രണ കസേരകൾ യെരുശലേമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും അങ്ങനെ എന്തൊക്കെയോ സ്വാധീനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇസ്രയേലുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അമേരിക്കയ്ക്ക് അഥവാ ട്രംപിന് എങ്ങനെയാണ് റഷ്യയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു സമാധാനപരമായ ഒരു നല്ല നിലവാരത്തിലുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുക? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, മറ്റൊരു രാജ്യം കൂടെ ഞാൻ മറന്നുപോയി,
ഇസ്രായേൽ. ഓക്കെ, ഇത്രയും 5 രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇതിനകത്ത് വിഘടിക്കുവാനുള്ള സകല സാധ്യതകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നിച്ചു നിർത്തണമെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതാരായിരുന്നു? ഇലോൺ മസ്ക്, അല്ലേ? അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെറ്റിദ്ധരിച്ച് പോകരുത്. നമ്മൾ ഇവിടുന്ന് ഇലോൺ മസ്കിനെ ഒരു ആന്റി ക്രൈസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രതിനിധിയായിട്ടോ പ്രഖ്യാപിച്ചിട്ടൊന്നും ഇവിടുന്ന് പോകരുത്. ആ നിലവാരത്തിലേക്കൊന്നും നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകരുത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ 5 ലോക നേതാക്കന്മാർക്കും ചലിക്കാനാകാത്ത നിലവാരത്തിൽ ഒരു വലിയ പൂട്ടിടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നേരത്തെ എലോൺ മസ്ക് പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷേ ഇനിയും വരാൻ പോകുന്ന സംഭവത്തിന്, ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇലോൺ മസ്ക് ഈ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് പൂട്ടിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ എൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പൊ നേരത്തെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു എന്നുള്ളതാ. നേരത്തെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്ന് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ വ്യാപാര ബന്ധം നിലനിർത്തുവാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ അവിടെ പാളിപ്പോയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലോൺ മസ്ക് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടെ ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് മുൻകണ്ട ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തി തൽക്കാലം ഇലോൺ മസ്കിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇലോൺ മസ്ക് എടുത്ത മറ്റൊരു തന്ത്രമുണ്ട്. ചൈനയുമായിട്ട് ബാന്ധവം ഉറപ്പിച്ചു. ചൈനയുമായിട്ട് ബാന്ധവം ഉറപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇലോൺ മസ്ക് അതിബുദ്ധിമാനായ മനുഷ്യനാണ്. ചൈന ഇന്ത്യയുമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ ഒരു വിഷയം വരാൻ പോകുന്നത്, ഇലോൺ മസ്ക് എന്താണ് ചൈനയുമായി ബന്ധത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല ടെറിൻ ബ്രദറിന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും താല്പര്യങ്ങൾ വ്യത്യാസമുണ്ട്. എല്ലാവരും ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും സാധ്യമല്ല. പണ്ട് ആരോ ഒരു തമാശയ്ക്ക് പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞൊക്കെ നമുക്കറിയാം, അല്ലേ? ആ ഒരു കോമഡിയാണ്. ആ കോമഡി പരിപാടിക്കകത്ത് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോ നിന്നെ കണ്ട ഒരു നയൻതാര പോലെ ഇരിക്കുന്നു, അല്ലെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഒരു ചെറിയൊരു സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിന്നെ കണ്ടാൽ, സ്വന്തം ഭാര്യയോട് പറയുന്നതാന്ന് തോന്നുന്നു, നിന്നെ കണ്ടാൽ നയൻതാര പോലെ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് നയൻതാര കേട്ട് കഴിഞ്ഞാൽ നയൻതാരയുടെ മനസ്സിനകത്തുള്ള ചിന്ത എന്തായിരിക്കും? വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഈ സ്ത്രീ. പക്ഷേ അങ്ങനെ അത് പറയുമ്പോൾ നയൻതാരയ്ക്കകത്ത് വരുന്ന ആ എക്സ്പ്രഷൻ, അവരുടെ മാനസികമായ വികാരങ്ങൾ, എന്നെക്കാട്ടിലും സൗന്ദര്യമുള്ള മറ്റൊരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ആ രീതി നിലവാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു ഒരു തന്ത്രം കൂടെ അതിനകത്ത്, അല്ലെങ്കിൽ ഒരു നയം കൂടെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഈ ലോക നേതാക്കന്മാരൊക്കെ കൂടി ഒന്നിക്കുമ്പോൾ എല്ലാവർക്കും തമ്മിൽ അവരുടെ അഭിപ്രായങ്ങൾ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ ഒരുവന്റെ കീഴിലേക്ക് ലോകം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള നാളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു, അതിനുള്ള പദ്ധതികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ 5 ലോക നേതാക്കന്മാരുടെ കൂട്ടുകെട്ടുകൾ ഏകദേശം അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതിൽ ശ്രീ നരേന്ദ്രമോദിക്കും അതിനകത്ത് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നേരത്തെ ഇതിന്റെ ആദ്യ സമയത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസി അവരുടെ വിശ്വാസ ജീവിതം ഏത് നിലവാരത്തിൽ പുലർത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം നമ്മളെടുത്ത്, അതായിരിക്കണം നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസി ഇപ്പം കർത്താവ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതേ ഭാഗത്ത് 24-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥാനത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിക്രിസ്റ്റിന്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ സാത്താന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ഒരു ലോക ഭരണ നേതാവ് കടന്നു വരുന്നത് ഇസ്രായേലിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ പ്രതിമയെ അവൻ യെരൂശലേമിൽ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദാനിയേൽ പ്രവചന പുസ്തകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ അതിനെക്കുറിച്ച് ഇനിയും ധാരാളമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
അപ്പൊ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥാനത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നാം ചിന്തിക്കണം. ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏത് നിമിഷവും കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഏതെങ്കിലും നിലവാരത്തിൽ മാറി മറിഞ്ഞ് അതിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. എപ്പോഴും നമ്മുടെ ദൈവദാസന്മാർ ഓർപ്പിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പോക്കറ്റുകളിൽ ഇരിക്കുന്ന, നമ്മുടെ വീടിന്റെ ട്രങ്കിനകത്തിരിക്കുന്ന, അലമാരയ്ക്കകത്തിരിക്കുന്ന, നമ്മൾ വളരെ വിലപ്പെട്ടതായി കാണുന്ന ഓരോ ഡിജിറ്റൽ കാർഡുകളും, ഓരോ ആധാർ ഉൾപ്പെടെയുള്ള സകല ഡിജിറ്റൽ കാർഡുകളും ഒരു ഒറ്റ കമ്പ്യൂട്ടറിനകത്തേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. ഇനിയും വലിയ താമസങ്ങളില്ല. ഒരു ഏകാധിപതിക്ക് എന്നെയും നിങ്ങളെയും വ്യക്തിപരമായിട്ട് നിയന്ത്രിക്കാൻ അതിലൂടെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാലോ, ഓരോ കാര്യങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ഓഫീസിൽ ചെന്ന് ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ സമർപ്പിച്ചു പോരുന്നത് പോലെ അല്ല ഇപ്പോ. ആണോ? ഒരു ഓൺലൈൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പോഴേ ക്യാൻസലാ, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ശരിയാക്കി അവർ കൊണ്ടുവരാൻ പറയും. അപ്പൊ തന്നെ അല്ലെ, ഓൾറെഡി അപ്പൊ തന്നെ പറഞ്ഞിരിക്കും. അതില്ലാതെ മുന്നോട്ട് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകാൻ സാധ്യമല്ല. എല്ലാ പ്രൂഫുകളും കറക്റ്റ് ആകുമ്പോഴാണ് അവർ നമുക്ക് അനുമതികൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വ്യക്തിപരമായിട്ട് നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? ഈ ലോകാധിപതിക്ക് സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുക. വേൾഡ് പൊളിറ്റിക്സ് നമ്മുടെ വിഷയമല്ല, പക്ഷെ നമുക്കത് എടുത്തേ പറ്റൂ. ലോക സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ലോക സാമ്പത്തിക ശാസ്ത്രങ്ങളിൽ ഇവരെല്ലാം, ആ സാമ്പത്തിക മേഖലകളിലേക്കെല്ലാം ഇവരുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് സമയം ഒത്തിരി അതിക്രമിച്ചു. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് അതിനായിട്ട് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ വീട്ടിൽ പോകാൻ. വചനപ്രകാരം ജീവിക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞ ദൈവമുമ്പാകെ നമ്മൾ എടുക്കണം. അതെന്താണോ തിരുവെഴുത്ത് പറയുന്നത് ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയേ പറ്റൂ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം ഫിനിഷ് ചെയ്യാനുള്ള സമയം ഏകദേശം അടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയും നമുക്ക് നിൽക്കുവാൻ സമയമില്ല. നമ്മൾ പോർ പൊരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സമയമാണ്. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.